ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ താരങ്ങൾക്ക് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്ന ഒരു വിമർശനമുണ്ട്. അത് മറ്റൊന്നുമല്ല, ക്ലബ്ബ് ഫുട്ബോളിൽ മികച്ച പ്രകടനം നടത്തുന്നു, ക്ലബ്ബുകൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ പാഷനോടുകൂടി മികച്ച പ്രകടനം നടത്തുന്നു. എന്നാൽ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് വരുമ്പോൾ ആ ഒരു മികവ് കാണാനില്ല, അവിടെ ആ ഒരു പാഷനോ ആത്മാർത്ഥതയോ കാണാനില്ല എന്നുള്ള വിമർശനങ്ങളായിരുന്നു ആരാധകരിൽ നിന്നും വലിയ രൂപത്തിൽ ലഭിച്ചിരുന്നത്. അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ബ്രസീലിയൻ ടീം കൂടുതൽ മികവിലേക്ക് ഉയരും എന്നത് ആരാധകർ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇതേക്കുറിച്ച് ബ്രൂണോ ഗുയിമറസ് തന്നെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ താരങ്ങൾ ക്ലബ്ബ് ലെവലിൽ പുറത്തെടുക്കുന്ന ആ പ്രകടനം ദേശീയ ടീമിലും പുറത്തെടുക്കാൻ ഇപ്പോൾ ആഞ്ചലോട്ടി ഒരു കാരണമാകും എന്നാണ് ബ്രൂണോ ഗുയിമറസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ആഞ്ചലോട്ടിയുടെ CV തന്നെ അദ്ദേഹത്തെ കുറിച്ച് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ടോട്ടൽ വിന്നറാണ്, അതായത് സമ്പൂർണമായ ഒരു ജേതാവാണ്. സാധ്യമായ ഏറ്റവും മികച്ച രൂപത്തിൽ അദ്ദേഹം ഞങ്ങളെ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ക്ലബ്ബ് ലെവലിൽ കളിക്കുന്ന അതേ രൂപത്തിൽ ബ്രസീലിയൻ ദേശീയ ടീമിലും ഞങ്ങളെ കളിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതാണ് ഇപ്പോൾ ബ്രൂണോ ഗുയിമറസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രസീലിയൻ താരങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം അത് പുറത്തെടുക്കാൻ ഇപ്പോൾ ആഞ്ചലോട്ടിക്ക് കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ബ്രൂണോ ഗുയിമറസ് ഉള്ളത്. ഒരു മികച്ച 11 കണ്ടെത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ടാസ്ക്. അതായത് സമീപകാലത്ത് സ്ഥിരമായ ഒരു 11 കണ്ടെത്താൻ ബ്രസീലിയൻ പരിശീലകർക്ക് കഴിഞ്ഞിരുന്നില്ല. മാൻ മാനേജ്മെന്റിന് പേരുകെട്ട ആഞ്ചലോട്ടി അതിന് സാധിച്ചെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.